ഫുഡ് അഡിക്ട്സ് ബൈ നീതു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കർക്കിടകം 7 കഴിഞ്ഞു, വാവും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നോൺ വെജ് വെക്കാൻ അമ്മ സമ്മതിച്ചു. അപ്പോൾ തന്നെ ഞാനും പാത്തും കൂടെ ഫിഷ് മാർക്കറ്റിൽ പോയി. നിങ്ങൾക്ക് ആ വീഡിയോ ഇട്ട് തരാം കേട്ടോ. അതിശക്തമായ മഴ കാരണം ഇന്ന് കളക്ടർ നമുക്ക് അവധി തന്നതുകൊണ്ട് പാത്തുക്കുട്ടൻ വീട്ടിലുണ്ട്, മഴയുമില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ഇന്ന് ലഞ്ച് ഒന്ന് ഗ്രാൻഡ് ആക്കണമെന്ന് വിചാരിച്ചാണ്. കുറേ ദിവസം വെജിറ്റേറിയൻ മാത്രം കഴിച്ചത് കൊണ്ട്. അപ്പോൾ പാത്തുക്കുട്ടൻ വീട്ടിലുള്ളത് കൊണ്ട് അവൾക്ക് ഫേവറേറ്റ് ആയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി ഫിഷൊക്കെ മേടിച്ചു. പിന്നെ അവൾക്ക് ബീഫ് വേണമെന്ന് പറഞ്ഞാൽ അതും മേടിച്ചു. അങ്ങനെ എൻ്റെ എന്താ പറയുക, എൻ്റെ ടേബിളൊന്ന് നോക്കൂ എന്താ അതിൻ്റെ അകം ഇരിക്കണേന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇവനാണ്. പാത്തൂനെയും കൊണ്ട് ഫിഷ് മാർക്കറ്റിൽ പോയാൽ അവൾക്ക് വലിയ ഫിഷ് കട്ട് ചെയ്യാതെ ഗ്രില്ല് ചെയ്യണമെന്ന് പറഞ്ഞ് വേണം വയ്ക്ക്. ഞാൻ ഈ പാത്രത്തിൽ വെച്ചു എന്നുള്ളൂ കേട്ടോ. ഞാൻ ഗ്രില്ല് മറ്റേ പാൻ ഫ്രൈ ആണ് ചെയ്തത്, അല്ലാതെ മൈക്രോവേവിലോ ഓവനിലോ ഒന്നും അല്ല ചെയ്തത്. ഇത് കണ്ടോ, കിഡിലിനൊരു കാളാഞ്ചിയാണ്. ഒന്നാമത് അറിയാലോ, കാളാഞ്ചി ഫിഷിന് തന്നെ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ആ ഇലയിലൊക്കെ ഇട്ടങ്ങോട്ട് വാട്ടിയപ്പം ആ ഏരിയയിൽ നിൽക്കാൻ വേണ്ടാത്ത മണമായിരുന്നു. പിന്നെ അടുത്ത സ്പെഷ്യൽ ഇതാണ് ബീഫ്. നോക്കി ഇതിൻ്റെ കളർ കണ്ടോ. ഞാൻ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കാണേണ്ടവർക്ക് ജസ്റ്റ് സ്റ്റോറി കയറി നോക്കിയാൽ മതി. ഇത്രയും കുറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയോ? ഓൾറെഡി ഞാൻ കുറച്ച് ബീഫേ മേടിച്ചോളൂ, കാരണം ഇവിടെ അധികം ആരും കഴിക്കില്ല. അപ്പോൾ അതൊന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചാണ്. പിന്നെ പൊന്നുക്കുട്ടൻ അവിടെയും ഇവിടെയും നടന്ന് കഴിച്ചാണ് ഇത്രയും കുറഞ്ഞ കേട്ടോ, ഇത്രയും കുറവല്ലായിരുന്നു. അപ്പോൾ ബീഫ് നല്ല കറുത്ത കളറിൽ വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാളക്കുട്ടന് ചാള മാങ്ങിയിട്ട് കറി വെച്ചിട്ടുണ്ട്. ഞാൻ ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ എനിക്ക് ചാള മാങ്ങിയിട്ട് കറി വയ്ക്കാൻ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. വെച്ചിട്ടുണ്ട്, ശരിയായോ എന്ന് അറിയില്ല, ചീറ്റിപ്പോയെന്ന്. എനിക്ക് മുളക് ചാള വയ്ക്കാൻ നന്നായിട്ട് അറിയാം, തേങ്ങ അരച്ച് വയ്ക്കാൻ അമ്മയ്ക്ക് അറിയാം കേട്ടോ. പിന്നെ നമ്മുടെ 50% അവിടെയുള്ള കുത്തരിച്ചോറ്, കായപ്പേരി, മാമ്പഴക്കാളൻ, അച്ചാർ അങ്ങനെ എല്ലാം ഉണ്ട്. പെട്ടെന്ന് തന്നെ പ്ലേറ്റ് ചെയ്യാൻ എനിക്ക് വിശക്കണം. അപ്പം നമ്മുടെ 50% അവിടെയുള്ള നല്ല കുത്തരിച്ചോറ് ഇന്നും ചെറിയ ചൂടുണ്ട്. ഇതേ കണ്ടോ, ആവി തന്നെ കണ്ടോ, ചെറിയ ചൂടുണ്ട്. അപ്പം നമ്മുടെ ചോറ് ഞാൻ ആദ്യം വിളമ്പിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാമ്പഴക്കാളൻ വേണം, കുറച്ചിട്ടോ. ഞാനേ മാമ്പഴം എടുത്തില്ല കേട്ടോ, കാരണം എൻ്റെ ഫിഷ് കറിയുടെ കൂടെ മുങ്ങിപ്പോകും, കുറച്ച് എടുത്തോളൂ. അപ്പോൾ അത് വിളമ്പി. ഇനി നമുക്ക് കായപ്പേരി ഉണ്ട്. ഇത് പ്രഭാമ ഉണ്ടാക്കിയതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കായപ്പേരി ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒന്ന് കുറേ കായപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും ഇന്ന് അല്ലേ ഒന്നും പറയാനുള്ള, കഴിഞ്ഞ ദിവസം ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് അമ്മ അതുപോലെ തന്നെ ഉണ്ടാക്കി തന്നാണ്. കഴിച്ച് നോക്കിയിട്ട് പറയാൻ എങ്ങനെ ഉണ്ടെന്ന്. ഇനി നമ്മുടെ ബീഫ് കുട്ടന്മാരെ എടുത്താലോ? ഇതെടുത്താൽ ഒരാൾ പൊങ്ങി വരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊച്ചിലെ ഇവൾക്ക് ബീഫ് കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. ഇവൾ ഈ റീസെൻ്റ്ലി ഒന്ന് കഴിച്ച് നോക്കി, ഇവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം അതേ ബീഫ് വേണമെന്ന് പറഞ്ഞു തുടങ്ങി. ഇവിടെ ഞാനും രതീഷേട്ടനും ഒന്നും അങ്ങനെ അധികം ഈ മീറ്റ് കഴിക്കില്ല. അല്ല ന്യൂ ഇയറിനൊക്കെ മേടിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോട്ടലിൽ പോയിട്ട് വല്ലപ്പോഴും കഴിച്ചിട്ട് പാഴ്സൽ ചെയ്ത് കൊണ്ടുവന്ന് ചൂടാക്കും, അങ്ങനെയുള്ളൂ. അല്ലാതെ ഈ ബീഫ് അധികം മേടിക്കലില്ല. ചിക്കനും ഫിഷും ഒക്കെ എപ്പോഴും മേടിക്കും. ഇനി നമുക്ക് നമ്മുടെ ചാളക്കുട്ടന്മാരെ വിളമ്പിയാലോ? ഞാൻ ലേറ്റായിട്ടാണ് പോയി ചാള മേടിച്ചത്, അത് കാരണം പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടാക്കി. അപ്പോൾ ഒരു 3-4 ചാള, പിന്നെ മുട്ടച്ചാളയായിരുന്നു കേട്ടോ, അതിൻ്റെ ഉള്ളിൽ മുട്ടയുണ്ട്. അതെ അപ്പോൾ അതിനോട് മുട്ട പൊരിച്ച്, മുട്ടയല്ലേ? അല്ലടാ, അത് മുട്ടയല്ല. മുട്ട പൊരിച്ച് തരുമോ എന്ന് ചോദിച്ചതാ, പക്ഷെ ഞാൻ പൊരിച്ചു കൊടുത്തില്ല. മോന് കറിയിലിടാം. അതേ മുട്ട കിട്ടിയിടാ, കണ്ടോ മുട്ടച്ചാളയെ അത് കാണിച്ചിടാം. കണ്ടോ, വയലിലെങ്കിൽ തോന്നുന്നുണ്ട്, പക്ഷെ ഇനി വേറെ ഇല്ലെങ്കിൽ അവൾക്ക് സങ്കടമാവും. അപ്പോൾ അതുകൊണ്ട് വേണമില്ല. ഇനി നമുക്ക് എടുക്കാനുള്ള മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഇതൊന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. അയ്യോ, ഒരു സാധനം മറന്നുപോയി. നമ്മുടെ അച്ചാർ, പ്രഭാമയുടെ ഇന്നലത്തെ അച്ചാർ ഹിറ്റാണ്, വെറും ഹിറ്റല്ല, അടിപൊളിയാണ്. ഈവൻ ചപ്പാത്തിക്ക് വേറെ ഈ അച്ചാർ കിടലാണ്. ഒരു ദിവസം ഇതിന് വേണ്ടി മാത്രം എനിക്ക് ബിരിയാണി ഉണ്ടാക്കണം. കുനിഞ്ഞിരിക്കണ്ട, കയറി വാ. ഇതെടുക്കുമ്പോൾ കയറി വരാനായിട്ടാണ്. കണ്ടോ, പൂച്ച പുറത്തും പൂച്ച, അകത്തും പൂച്ച. ഇനി ഇത് നമുക്ക് ട്രൈ ചെയ്താലോ? നമുക്ക് ഇത് ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് ആദ്യം പാത്തുവിന് എടുക്കാം. കയറി വാ. കാളാഞ്ചി അങ്ങനെയുള്ള ആ ഫിഷ് മാർക്കറ്റിലെ ചെക്കന്മാരൊക്കെ ചിരിക്കുമായിരുന്നു. അങ്ങനെയുള്ള മീൻ വേണം, അങ്ങനെയുള്ള മീൻ വേണം. ഇതുകൊണ്ട് ഇത് ഒടിഞ്ഞു പോയേ. എൻ്റെ പാത്രം ചെറുതാട്ടോ, അത്രയും വലിയ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഒടിച്ച് വെച്ചു, അല്ലെങ്കിൽ ശരിക്കും ഇങ്ങനെ നല്ല ഭംഗിയിലിരുന്നേനെ. ഇത്രയും വലിയ പാത്രം എൻ്റെ അടുത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ഓഹോ, എന്താ സോഫ്റ്റ് നോക്കുവാറും.
ചൂടില്ലമ്മ, കഴിച്ചോ? ചൂടുണ്ട്. ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? എമ്മാണോ? പാറക്കുട്ടനുണ്ടല്ലോ മാഷ്മേലോ പോലെ ഭയങ്കര സോഫ്റ്റാ. പാറക്കുട്ടനുണ്ടല്ലോ അധികം ഇങ്ങനെ ഫ്രൈ ആവണ ഫിഷിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ഗ്രില്ല് ചെയ്ത ഫിഷൊക്കെ ആട്ടോ. അപ്പം ഞാൻ കുറച്ച് സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. പ്ലേറ്റ് ഇത് ഏകദേശം ബീഫ് എടുത്തുകൊണ്ട് പോകണം. ഇടത്തെ കൈ കൊണ്ടല്ല, വലത്തെ കൈ ഉണ്ട്. പ്ലേറ്റ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ കുറേശ്ശായിട്ട് ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചോളാം. നമുക്ക് കൊണ്ടുതുടങ്ങിയാലോ? ഈ ബീഫ് കൊതിച്ചിട്ട് ആദ്യം ബീഫ് കൂട്ടി തന്നെ ചോറ് കൊടുക്കാം കേട്ടോ. ഇവളിങ്ങനെ പെറുക്കി തിന്നുകൊണ്ടിരിക്കുക, നമ്മൾ ഈ മിഠായിയും ചിപ്സും ഒക്കെ കഴിക്കണ മാതിരി. ഓഫ്, അയ്യോ പപ്പടം ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ പപ്പടം എടുത്ത് വയ്ക്കാൻ മറന്നു. പപ്പടം ഇവിടെ കൊണ്ടുവച്ചു. ബീഫും പപ്പടവും കിട്ടുന്ന കോമ്പിനേഷൻ അറിയോ? ഇങ്ങനെ ചോറ് കൊടുത്ത് പഠിച്ച പിള്ളേർ പച്ചച്ചോറും ബീഫും തന്നെ കഴിക്കും. ഞാൻ ബീഫ് അധികം കൊടുക്കണ്ടെന്നൊക്കെ ഓർത്ത് ശീലിപ്പിക്കാണ്ടൊക്കെ ഇരുന്നത്. ഹൗ ഇസ് ഇറ്റ്? യം യം. ഓ യെസ്, മെൽറ്റായി താഴെ പോയി എന്നാട്ടാ കൊച്ചുദ്ദേശിച്ചത്. ഇത്തിരി അച്ചാറും ബീഫും ഇച്ചിരി കായയും കൂടെ ചേർത്ത് നമുക്കങ്ങ് പിടിക്കാം. ബീഫും കായയും കിടലും കോമ്പിനേഷൻ അല്ലേ? നോ വേർഡ്സ്. കുറേ ദിവസം പച്ചക്കറി തന്നിട്ട് ശരിയാണ്. ഞാൻ അടുത്ത് തന്നെ ഒരു ഹോം കിച്ചൺ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഞാനിതൊക്കെ ഇടും. അപ്പോൾ വേണ്ടവരൊക്കെ മേടിച്ചോളാം കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ഒരു മടി കാരണം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാത്തതാണ്. അത്രയൊക്കെ കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. എനിക്ക് കുറച്ച് കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൂ, അതുകൊണ്ട്. പക്ഷെ ഞാൻ വൈകാതെ സ്റ്റാർട്ട് ചെയ്യും. ഒരു ലൈസൻസ് ഒക്കെ സെറ്റ് ചെയ്യട്ടെ. സൂപ്പർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പോർക്കാണ് ഏറ്റവും അടിപൊളി മീറ്റ്. ഞാൻ അങ്ങനെ പോർക്ക് കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല കറുത്ത കളറ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കുരുമുളകും കാന്താരി മുളകും ഒക്കെ ഇട്ട ഒരു ബീഫല്ലേ, അത് വരട്ടി കണക്കിടില്ല. നമുക്ക് നമ്മുടെ കുറച്ച് ഇങ്ങനെയാണ് ട്രൈ ചെയ്യാം. ഇത് വേറൊരു ടേസ്റ്റ് ആട്ടോ. ശരിക്കും ഡിന്നറിനോ അല്ലെങ്കിൽ ഇത് മാത്രം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കഴിക്കാൻ രസം. ഇത് ആക്ച്വലി ചോറിൻ്റെ ഒപ്പം പറ്റിയൊരു മീനല്ല. ചോറിൻ്റെ ഒപ്പം നമുക്ക് നല്ല ഫിഷ് ഫ്രൈയോ അങ്ങനെയൊക്കെയല്ല. ഇത് കുറച്ചും കൂടെ ഒരു, പക്ഷെ പാത്തുവിന് ഇങ്ങനത്തെ ടേസ്റ്റൊക്കെ ഇഷ്ടം. ഇങ്ങനെ കുറച്ച് പെയിലായിട്ടുള്ള ടേസ്റ്റൊക്കെ ഇഷ്ടം. വെജിറ്റബിൾ സാലഡും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേ ഞാൻ വേഗം കഴിച്ചു തീർക്കട്ടെ. എൻ്റെ വീട്ടിലെല്ലാവരും വെയിറ്റിംഗ് ആണ് ഊണ് കഴിക്കാൻ. വീഡിയോ കഴിഞ്ഞിട്ട് വേണമല്ലോ കഴിക്കാൻ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ ബൈ.